ഗ്യാസൊക്കെ ഫുള്ളും വന്നിക്കണേ. ഇനിയിപ്പോൾ ഇതാ ഈ ഗ്യാസ് ഒന്ന് പുക വരുന്നുണ്ട്. ഇതാ ഈ ഗ്യാസ് ഒന്ന് പുക വരുന്നുണ്ട്, കണ്ടോ? അത് ഒന്ന് നോക്കിയാൽ മതി. വേറെ ബാക്കി കേസൊക്കെ ഫുള്ള് പുറത്തേക്ക് വെച്ചു. ഇത്രയാണ് ഇതിനകത്തുനിന്ന് മാറ്റിയത്. അതന്നെ. നിങ്ങൾ വരുമ്പോൾ എന്താ കണ്ടത്? ഇവിടെ ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചൊരു ശബ്ദം വന്ന്, ആ ശബ്ദത്തിലാണ് നമ്മൾ ഓടി വന്നത്. അപ്പോഴത് കാണണേ. അപ്പം പറഞ്ഞ അതിൻ്റെ മുതലാളി പറഞ്ഞ ഒരാൾ പുറത്ത് ഉള്ളിലുണ്ട്. അപ്പോൾ ഉള്ളിലുള്ള ആളെ സ്ഥിതിയൊന്നും പറയാൻ കഴിയില്ല. ആ കോലത്തിലയക്കണ്, ബന്ധ് പണി അയക്കുന്നു. നല്ല പരിക്കുണ്ട്. നല്ല പരിക്കെന്ന് പറയാൻ മൂപ്പര് വേസ്റ്റ് ഇടുന്ന ആ ബക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. വേസ്റ്റ് ഇടുന്ന ബക്കറ്റിൻ്റെ ഉള്ളിൽ ആളുള്ളത്. എന്നിട്ട് നമ്മളെടുത്ത് വണ്ടിയിലേക്ക് കയറ്റി കൊടുത്തു. അതന്നെ. പിന്നെ അതിൻ്റെ ഓണർ പോലീസ് വണ്ടി കയറി പോവുകയും ചെയ്തു. മൂപ്പര് ഹോസ്പിറ്റലിലേക്ക് പോയതാണ്. വേറെ ഇപ്പം മുകളിലൊന്നും ആളെ കാണുന്നില്ല തപ്പിയിട്ട്. താമസിക്കുന്നൊന്നുമില്ല. നേരത്തെ പണിക്കാരൻ പറഞ്ഞു ഇത് പുതിയ ആളാണ്, മറ്റേ തിരൂർക്കാരനാണെന്ന് അവൻ പറയണേ. ഇനി അതാണോന്നുള്ളത് ഓണറെ ചോദിച്ചാൽ അത്രേ ഉള്ളൂ. നമുക്കൊന്നും പറയാൻ കഴിയില്ല. വ്യക്തത വരണ്ട്. അതിനിപ്പോൾ പോലീസും ഉള്ളത് തീരുമാനിച്ചാൽ അറിയാം. അത്രേ ഉള്ളൂ. വലിയ പരിക്കും. ഓന് ജീവൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ കണക്കൂട്ടിൽ. കാരണം ഒരു അനക്കം കാണുന്നില്ല. കാരണം ഒന്നായിട്ട് പൊള്ളി പണിയായും ചെയ്തിരിക്കുന്നു. ഇല്ല, അതില്ല. മറ്റേ മലയാളിയാണ്. പേര് അറിയില്ല, പുതിയ ആള്. പുതിയ ആള്. പിന്നെ മുപ്പരൻ്റെ വീട് മലപ്പുറം. പേര് അറിയില്ല. അത്രയും പാനിക്കായിട്ടാണ് ആൾക്കാർ വിളിക്കേണ്ടായത്. അപ്പോൾ ഞങ്ങൾ വിളിച്ചിട്ട് കോള് കൺഫേം ചെയ്ത് തിരിച്ച് വിളിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് സാധനം കോളിൽ പോവുക. പക്ഷേ ഇത് അത്രയും സമയം കിട്ടുന്നില്ല. അത്രയും പാനിക്കായാണ് ഞങ്ങൾ പെട്ടെന്ന് വന്നത്. അപ്പോൾ ഗ്യാസ് ഫയർ ആയി തന്നു. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തി നോക്കുമ്പോൾ ഈ 2 ഷോപ്പ് കത്തുന്നുണ്ട്. മറ്റേ മുകളിലും തീയുണ്ട്. അപ്പോൾ ഞങ്ങൾ തീ എടുത്തുമ്പോൾ ആൾക്കാർ പറഞ്ഞു ഉള്ളിൽ ഒരാൾ പെട്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം BSF ധരിച്ചു. ഞങ്ങൾ ഉള്ളിൽ കയറി നോക്കുമ്പോൾ ആരും കാണുന്നില്ല. വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഒന്നുകൂടി നോക്കുമ്പോൾ ആ ഒരാൾ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബാരലുണ്ടല്ലോ, ആ ബാരലിൽ കയറി ഇരിക്കുക. അയാൾ ഒരു 80% കൂടുതൽ പൊള്ളിയുണ്ട്. അയാളെ ഞങ്ങൾ പുറത്തെത്തിച്ചു. ഒരു 8 ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നു. അതിൽ 4 ഗ്യാസ് ഉണ്ടായിരുന്നു. അതും പുറത്തെത്തിച്ചു. ഒന്നാമത് ഇതിനൊക്കെ തന്നെ വെന്റിലേഷൻ തീരെയില്ല. സേഫ്റ്റീൻ്റെ കാര്യങ്ങളൊക്കെ തീരെ മോശമായില്ല. കാരണം ഏറ്റവും ബാക്കിലത്തെ ആൾക്ക് മുമ്പിലാണ് ഫയർ ഉണ്ടായത്. മുമ്പിൽ ഫയർ ഉണ്ടായപ്പോൾ മുമ്പിലുള്ള ആൾ ആ കുറ്റി മറിച്ച് താഴോട്ടിട്ടിട്ട് അയാൾ ഓടി. ആ കുറ്റി തീ കിടന്ന് കുറ്റി പൊട്ടി. ആ പൊട്ടിയതാണ് നിങ്ങൾ ആ കാണുന്നത്. അപ്പം ബാക്കിൽ കിച്ചണിലുള്ള ആൾ, ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ആൾ, അയാൾക്ക് പുറത്തേക്ക് ഓടാൻ കഴിഞ്ഞില്ല. അയാൾ പെട്ടെന്ന് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മണ്ടത്തരാണെങ്കിലും അയാൾ ഡ്രമ്മിൽ കയറിയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇപ്പോൾ അയാൾ ജീവനുണ്ട്, പക്ഷേ ഗുരുതരമായ പരിക്കുണ്ട്. പിന്നെ ഇവിടെയുള്ള ഈ ഷോപ്പുകളൊക്കെ ആണെങ്കിൽ മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ് ഉണ്ടല്ലോ, ഈ സ്റ്റെയർ കേസ് എല്ലാം ബ്ലോക്കാണ്. അപ്പുറത്തെ ഷോപ്പിൻ്റെ മുകളിലേക്ക് കയറുന്ന സ്റ്റെയർ കേസ് TBSൻ്റെ ആ ഭാഗത്താണ്. അത് ഞങ്ങൾ പിന്നിൽ നോക്കും. പിന്നിൽ ഫുള്ള് ഒരു പഴയ പൊളിച്ച വണ്ടി അടക്കം ഫുള്ള് ഈ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കും. അപ്പോൾ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ നമ്മൾ നല്ലൊരു അവബോധം ആൾക്കാർ ഉണ്ടാകേണ്ട സമയമായിട്ടുണ്ട്. കാരണം എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ട് കാര്യമില്ല. ഇതിൻ്റെയൊക്കെ മുകളിൽ ഒരാൾ പെട്ടാൽ നമുക്ക് അങ്ങോട്ട് പോകാനോ പെട്ടെന്ന് താഴ്ത്തിറങ്ങാനോ ഒന്നും കഴിയില്ല. ഈ പറ്റുന്ന വരെ ആരും ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ. അതെ. ഫയർ സേഫ്റ്റി ഈ ചെറിയ കടകൾക്കെല്ലാം നമുക്ക് വന്നിട്ട് എല്ലാം വന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ കോഴിക്കോട് ബീച്ച് ഇപ്പം സ്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ജനങ്ങൾ തന്നെ അവനവൻ്റെ സേഫ്റ്റി നോക്കണം എന്നുള്ള ഏറ്റവും നല്ല കാര്യം. നമുക്ക് പറ്റുന്ന നമ്മൾ മാക്സിമം ചെയ്യും. ഇപ്പം നമ്മൾ സംഭവം ഒരു വണ്ടി കൊണ്ട് തന്നെ നമ്മളെല്ലാം അണച്ചിട്ടുണ്ട്. പിന്നെ മീഞ്ഞ വണ്ടി വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ 2 ബീച്ച് മീഞ്ഞുണ്ട്, 2 യൂണിറ്റ്.